Hello viewers, welcome to Rolls for YouTube channel. Bring an old school sound to the new shit. നമുക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഡൗട്ട് ചോദിക്കുന്ന ഒരു മെയിൻ ആയിട്ടാണ് മീറ്റ് മിൻസർ. മീറ്റ് ഗ്രൈൻഡ് ചെയ്യാനായിട്ടുള്ള എക്യുപ്മെന്റിന് നമുക്ക് വളരെ ഒരു ഹൈ ആയിട്ട് തന്നെയുള്ള എൻക്വയറീസ് ഉണ്ട്. അതുപോലെ തന്നെ ആൾക്കാർക്ക് ഒത്തിരി സംശയങ്ങളും ചോദിക്കുന്ന ഒരു ഐറ്റമാണ് മീറ്റ് മിൻസേഴ്സ്. മീറ്റ് മിൻസേഴ്സ് നമുക്ക് മിൻസ് ചെയ്യാനും ഗ്രൈൻഡ് ചെയ്യാനും വരുന്ന ഓപ്ഷൻസിൽ വെച്ച് വരുന്ന മോഡൽസ് ആണ് നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത്. ഇതിൽ നിങ്ങൾക്ക് 4 മോഡലുകൾ വലുതും ഒരു ചെറുതും കാണാം. ഇതാണ് നമുക്ക് വരുന്ന ഏറ്റവും ബേസിക്, അതായത് ഡൊമസ്റ്റിക് പർപ്പസിന് ഉപയോഗിക്കാൻ പറ്റുന്ന ചെറിയൊരു മിൻസറാണിത്. ഇതൊക്കെ വളരെ ലൈറ്റ് വെയിറ്റ് ആണ്, ഒരു 2 കിലോ മാക്സിമം വെയിറ്റ് ആണ് വരുന്നത്. അതേസമയം നമ്മുടെ കൊമേഴ്ഷ്യൽ റേഞ്ചിലേക്ക് പോകുമ്പോൾ നമ്മുടെ കൊമേഴ്ഷ്യലിൽ ഏറ്റവും ബേസിക് വരുന്ന മോഡലിന്റെ വെയിറ്റ് തന്നെ ഒരു 18 kg വെയിറ്റ് ആണ് വരുന്നത്. അതിന്റെ മോട്ടറിന്റെ ഒരു HP കപ്പാസിറ്റി പറഞ്ഞാൽ ഒരു 0.5 HP കപ്പാസിറ്റി ഉള്ള മോട്ടറാണ് നമുക്ക് ഏറ്റവും ബേസിക് മോഡൽ മിൻസറിൽ വരുന്നത്. ഒരു വാട്ടേജിലേക്ക് നമ്മൾ തന്നെ കൺവേർട്ട് ചെയ്ത് പറയുകയാണെങ്കിൽ ഏറ്റവും സ്റ്റാർട്ടിങ് കൊമേഴ്ഷ്യലിൽ ഏറ്റവും സ്റ്റാർട്ടിങ് വരുന്നത് 750 വാട്ട്സ് ആയിട്ടുള്ള മോഡൽസ് ആണ് കൊമേഴ്ഷ്യലിൽ നമുക്ക് വരുന്നത്. ഇപ്പൊ നിങ്ങൾ ചോദിക്കും അത് എത്ര കിലോയുടെ ഒരു കണക്കിലേക്ക് ഒരു കൺവേർഷൻ, നമ്മളൊരു വളരെ ചെറിയൊരു കഫേ അവിടെ കുറച്ച് ബർഗറിനുള്ള മീറ്റ് മിൻസ് ചെയ്യുക അങ്ങനെയുള്ളൊരു പർപ്പസ്, ഒരു ഡെയിലി ഒരു 5 കിലോയോ 10 കിലോ ഉള്ളെങ്കിൽ പോലും നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത് കൊമേഴ്ഷ്യൽ ടൈപ്പ് തന്നെയാണ്. കാരണം നിങ്ങൾക്ക് ഡൊമസ്റ്റിക് ചോദിച്ച് കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ട്. അതിന്റെ പ്രശ്നം വെച്ചാൽ നമ്മൾ ഈ 5 കിലോ ഡെയിലി ചെയ്യുന്നത് ഒരു മാസമോ അല്ലെങ്കിൽ 2 മാസമോ കഴിയുമ്പോൾ നമുക്ക് ഡൊമസ്റ്റിക് മോഡൽസിന് ആ ഒരു കപ്പാസിറ്റി നിങ്ങൾക്ക് തരാൻ പറ്റില്ല. 1 മന്തോ 2 മന്ത്സിലേക്ക് പ്രശ്നം കാണില്ല. അത് കഴിയുമ്പോൾ അതിന്റെ പെർഫോമൻസ് ഡൗൺ ആവും. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഒരു ഡൊമസ്റ്റിക് അല്ല കൊമേഴ്ഷ്യൽ ഒരു കഫേ, ഏറ്റവും ചെറിയ പർപ്പസ് ആണെങ്കിൽ പോലും കഫേസിലേക്ക് നമ്മൾ എപ്പോഴും കൊമേഴ്ഷ്യൽ മോഡൽ മെയിൻ്റെനൻസിന് മാത്രം നിങ്ങൾ വാങ്ങാനായിട്ട് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുക. അത് നമുക്കിപ്പോൾ ഈ വീഡിയോയിൽ കാണാം 12 ടൈപ്പ്, 22 ടൈപ്പ് ആൻഡ് 34. അത് കഴിഞ്ഞ് പിന്നെ വരുന്നത് 44 ഉണ്ട്, 64 ഉണ്ട്. അതിന്റെ നെക്സ്റ്റ് വേരിയൻസ് പലത് വരുന്നുണ്ട്. മോട്ടോർ കപ്പാസിറ്റി പറഞ്ഞാൽ ഏറ്റവും ചെറുത് 0.5 HP, 0.75 HP, 1 HP. ആ ഒരു HP-യിലായിരിക്കും വരുന്നത്. ഇതിപ്പോ നിങ്ങൾക്ക് എക്സാമ്പിൾ തന്നെ കാണാം. ഇത് ബെൽറ്റ് ഇട്ട് വളരെ വലിയൊരു മോട്ടറിലാണ് ഈ മെഷീൻ ഘടിപ്പിച്ചിരിക്കുന്നത്. അറൗണ്ട് ഒരു 30 kg വെയിറ്റ് വരുന്ന ഒരു മോഡലാണിത്. ഇത് കുറച്ച് ബോൺസ് ഒക്കെ ആണെങ്കിൽ ചിക്കനൊക്കെ നമ്മൾ ചില ആൾക്കാർ ഡോഗ് ഫുഡ് അങ്ങനത്തെ ഫുഡ് മേക്ക് ചെയ്യാനുള്ള പർപ്പസിലേക്ക് ആൾക്കാർ വരുന്നുണ്ട്. ആ ഒരു പർപ്പസിലേക്ക് എപ്പോഴും 34 ഒക്കെ ആയിരിക്കും ഏറ്റവും ബെറ്റർ. കാരണം കുറച്ചുകൂടെ വളരെ ഹെവി ആയിട്ടുള്ള ഒരു മോഡലാണ് 34-ലൊക്കെ വരുന്നത്. ഇനി നമ്മൾ മെഷീനിലേക്ക് കൂടുതൽ വന്നാൽ മെഷീനിൽ ഇൻക്ലൂഡഡ് ആയിട്ട് വരുന്നത് അതിന്റെ ബ്ലേഡ്, പിന്നെ വരുന്നത് അതിന്റെ മിൻസിംഗിൽ നമുക്ക് 2 അറ്റാച്ച്മെന്റ് ആണ് വരുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് ഇതിൽ കാണാം ഗ്രൗണ്ട് ചെയ്ത് വരുന്നതിന്റെ ഹോൾസ്, ഇത് ഒരു സൈസ് ഹോൾ ആയിരിക്കും. പിന്നെ വരുന്നത് ഇതുപോലെ കുറച്ചുകൂടെ വലുതായിട്ടുള്ള ഹോൾസ് ആയിരിക്കും. ഈ 2 രീതിയിലുള്ള മിൻസിങ്ങിനുള്ള അറ്റാച്ച്മെന്റ് ഉണ്ടാവും, 2 ബ്ലേഡ് ഉണ്ടാവും മെഷീൻസിൽ. നമ്മൾ ഇതെല്ലാം ഫുള്ളി ഡിറ്റാച്ചബിൾ ആണ്. ഈ ബൗൾ ഡിറ്റാച്ചബിൾ ആണ്. അതുപോലെ തന്നെ ഈ ഹെഡ് ഒക്കെ നമുക്ക് ഇതിന്ന് ഊരിയെടുത്ത് മാറ്റാവുന്നതാണ്. സോ ക്ലീനിങ് കാര്യങ്ങൾക്കൊന്നും തന്നെ നമുക്കൊരു പ്രശ്നം വരില്ല. നമ്മളിത് വർക്കിംഗ് നമുക്കിത് ജസ്റ്റ് ഒരു ഓൺ ഓഫ് സ്വിച്ച് മാത്രമേ വരുന്നുള്ളൂ. ഓൺ ഓഫ് സ്വിച്ച് നമ്മൾ സ്വിച്ച് ഈ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് സ്വിച്ച് ഉണ്ട്. സ്വിച്ച് നമ്മൾ ഓൺ ചെയ്യുന്നു. ഇതിലിപ്പം നമ്മുടെ ഗ്രൈൻഡ് ചെയ്യുന്ന ഫാൻ്റെ റണ്ണിങ് ആണ്, നമുക്ക് അതിൻ്റെ സൗണ്ട് കേൾക്കാം. നമ്മൾ ബീഫ് അല്ലെങ്കിൽ ചിക്കൻ അല്ലെങ്കിൽ മീറ്റ് നമ്മൾ ഇതിലേക്ക് ലോഡ് ചെയ്ത് കൊടുക്കുന്നു. നമുക്ക് ഈ ഒരു ഔട്ടിൽ കൂടെ ആയിരിക്കും അതിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നത്. മെഷീൻസ് നമുക്ക് വരുന്നത് ഞാനിപ്പോൾ ഓൾറെഡി പറഞ്ഞു 12 ടൈപ്പ്, 22 ടൈപ്പ്, 34 ടൈപ്പ്. അത് നമുക്ക് 12 ആൻഡ് 22 എന്ന് പറഞ്ഞ ടൈപ്പ് ഇമ്പോർട്ടൻറ്റ് മോഡൽസ് മാത്രമാണ് വരുന്നത്. 22 കഴിഞ്ഞിട്ടുള്ള അടുത്ത ഹെവി ആയിട്ട് വരുന്ന മോഡൽസ് എല്ലാം തന്നെ നമുക്ക് ഇന്ത്യൻ മാനുഫാക്ചറിങ്ങിലായിരിക്കും വരുന്നത്. എല്ലാം പ്യൂർലി സ്റ്റെയിൻലെസ് സ്റ്റീലിൽ തന്നെയാണ് ബോഡി ചെയ്ത് വരുന്നത്. പിന്നെ ഇതിന്റെ വ്യത്യാസം നമുക്ക് 12-ലും 22-ലും 2 ടൈപ്പ് മോട്ടർ വരുന്നുണ്ട്. ഒന്ന് അലൂമിനിയം വൈൻഡിങ് മോട്ടറും ഒന്ന് കോപ്പർ വൈൻഡിങ് മോട്ടറും. എപ്പോഴും കോപ്പർ വൈൻഡിങ് മോട്ടറാണ് കുറച്ചൊരു ഡ്യൂറബിൾ ആൻഡ് ആ ഒരു മോട്ടറിന്റെ കപ്പാസിറ്റി ആൻഡ് പെർഫോമൻസ് വൈസ് ലോങ് ലൈഫ് നമുക്ക് കിട്ടുന്നത് എപ്പോഴും കോപ്പർ വൈൻഡിങ് ഉള്ള മോട്ടോഴ്സിലായിരിക്കും. പക്ഷേ നമ്മളൊരു വളരെ ചെറിയൊരു കഫേ ആണ്, ഒരു 4 or 5 kgയുടെ യൂസ് പെർ ഡേ വരുന്നുള്ളൂ. ആ ഒരു കോൺസെപ്റ്റൊക്കെ ആണെങ്കിൽ നമുക്ക് അലൂമിനിയം വൈൻഡിങ് ആണെങ്കിലും കുഴപ്പമില്ല. മെഷീൻസിന്റെ റേറ്റഡ് ആയിട്ടുള്ള ഒരു കപ്പാസിറ്റി, ഈ മെഷീൻസ് ഒക്കെ റേറ്റഡ് കപ്പാസിറ്റി പറയുന്നത് അവർലി, ഏറ്റവും ബേസിക് മെഷീൻ പോലും അവർലി 100 kg ആണ് അവർ റേറ്റഡ് ഔട്ട്പുട്ട് വരുന്നത്. നമ്മൾ ആ ഒരു റേറ്റഡ് ഔട്ട്പുട്ട് നോക്കിയില്ലെങ്കിൽ നമുക്കൊരു 30 to 50 kg ഒക്കെ ഏറ്റവും ബേസിക് മോഡൽസിൽ തന്നെ നമുക്ക് കിട്ടും. ഞാൻ പറയുന്നത് കൊമേഴ്ഷ്യൽ റേഞ്ചിനെ കുറിച്ച് മാത്രമാണ്. ഈ ഒരു ഡൊമസ്റ്റിക് ഐറ്റം നിങ്ങളുടെ കമ്പാരിസൺ വേണ്ടി മാത്രമാണ് ഞാനിവിടെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഇത് പ്യൂർലി ഡൊമസ്റ്റിക് ആണ്. ഇതുകൊണ്ട് നമുക്കൊരു കൊമേഴ്ഷ്യൽ യൂസ് പോസിബിളേ അല്ല. നിങ്ങൾക്കത് ഇതിപ്പം വ്യത്യാസം ഇത് രണ്ടും ഒരുമിച്ചിരിക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും. മറ്റേത് വളരെ ഹെവി ആയിട്ടുള്ള മെഷീൻസ് ആണ്. സ്റ്റാർട്ടിങ് മിനിമം 18 കിലോ 20 കിലോ വെയിറ്റ് വരുന്നുണ്ട്. ഇത് വളരെ ലൈറ്റ് വെയിറ്റ് ആണ്, 2 kg വെയിറ്റ് ആണ് വരുന്നത്.
സോ ഇതിപ്പം ഞാൻ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും മെഷീൻസിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. ഇതിന്റെ പ്രൈസ് റേഞ്ച് വരുന്നത് നമുക്ക് പല മോഡൽസ് പല പ്രൈസ് റേഞ്ചിൽ വരുന്നുണ്ട്. കൊമേഴ്ഷ്യൽ റേഞ്ച് പ്രൈസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് 15,000 to 30,000 റേഞ്ചിലാണ് കൊമേഴ്ഷ്യൽ മോഡൽസിന്റെ പ്രൈസിങ് വരുന്നത്. സോ ഇതുപോലുള്ള മെഷീൻസിനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയാനായിട്ട് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. Bringing old school sound to the new shit.